നമസ്കാരം. ഇടുക്കി ലൈവിൻ്റെ വോക്ക് ദ റൈറ്റ് പാത്ത് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ബിബിൻ. 2020 മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന പുത്തൻ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി കേരളത്തിൽ നടപ്പിൽ വരുന്ന 4 വർഷ ഡിഗ്രികളെക്കുറിച്ച് അല്ലെങ്കിൽ പുതിയ ബിരുദ പാഠ്യപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾക്ക് നിരവധി മെയിലുകളാണ് ലഭിക്കുക. മാതാപിതാക്കളും കുട്ടികളുമൊക്കെ വളരെ ആശങ്കാകുലരാണ്. ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? ഇത് 4 വർഷം തന്നെ നമ്മൾ പഠിക്കണമോ? ഇതിൻ്റെ തൊഴിലവസരങ്ങളൊക്കെ എത്രമാത്രം വരും? തുടങ്ങിയ പല പല സംശയങ്ങളാണ് ഇവരെ അലട്ടുന്നത്. അപ്പോൾ ഇതിന് ഒരു പ്രതിവിധിയുമായിട്ടാണ് ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു സംശയങ്ങൾക്കൊക്കെ മറുപടി തരാനായിട്ട് ഇന്ന് എന്നോടൊപ്പമുള്ളത് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ മാസ്റ്റർ ട്രെയിനറായിട്ടുള്ള ഡോക്ടർ കിരൺ മാത്യു ആണ്. അദ്ദേഹം മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ അസിസ്റ്റന്റ് പ്രൊഫസറും ഫിസിക്സിലെ റിസർച്ച് ഗൈഡുമൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. ഒപ്പം തന്നെ നിരവധി മേഖലകളിൽ ഈ പുതിയ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയും കൂടിയാണ്. നമ്മുടെ ഇടുക്കി ലൈവിൻ്റെ വോക്ക് ദ റൈറ്റ് പാത്ത് പ്രോഗ്രാമിലേക്ക് സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പം സാർ, ഇപ്പോൾ ഈ ഒരു പുതിയ വിദ്യാഭ്യാസ പാഠ്യപദ്ധതി, ബിരുദ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ നമ്മുടെ മാതാപിതാക്കന്മാരും കുട്ടികളുമൊക്കെ നമ്മുടെ ഇടുക്കി ലൈവിന് ഒരുപാട് മെയിലുകൾ അയക്കുന്നുണ്ട്. ഒരുപക്ഷെ സാറും ഈ മേഖലയിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് സാറിന് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ഒരുപാട് കുട്ടികളുമൊക്കെ ആശങ്കാകുലരാണ്. സാർ, ഒരു ചുരുങ്ങിയ വാക്കിൽ എന്ത് മാറ്റമാണ് പെട്ടെന്ന് ഈ ഒരു മേഖലയിൽ ഉണ്ടാകുന്നതെന്ന് ഒന്ന് വിശദീകരിക്കാം. സാധാരണഗതിയിൽ നമ്മുടെ ഇവിടെ നിലനിന്നിരുന്ന ബിരുദ പദ്ധതി എന്ന് പറയുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രിയാണ്. BA അല്ലെങ്കിൽ BSc. അത് 3 വർഷമായിരുന്നു. എന്നാൽ നിലവിൽ ഇതിനോടൊപ്പം 2 തരത്തിലുള്ള, നമുക്ക് കേരളത്തിൽ തീരെ പരിചിതമല്ലാത്ത 2 തരത്തിലുള്ള പാഠ്യപദ്ധതികൾ കൂടി ഇതിൻ്റെ കൂടെ ചേർക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാനം. ബാച്ചിലേഴ്സ് ഡിഗ്രി അതുപോലെ തന്നെ നിലനിൽക്കുന്നു. അതിനൊപ്പം ഡിഗ്രി ഓണേഴ്സ് എന്ന് പറയുന്ന ഒരു പാഠ്യപദ്ധതിയും, ഒപ്പം ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്ന ഒരു ഡിഗ്രി കൂടി ഇതിനൊപ്പം ചേർക്കപ്പെടുന്നു. എന്നാൽ ഒരു വിദ്യാർത്ഥിക്ക് അവൻ്റെ ഇഷ്ടമനുസരിച്ച് ചൂസ് ചെയ്യാം ഇതിലേത് എടുക്കണം എന്നുള്ളത്. വേണമെങ്കിൽ ഡിഗ്രി, ബാച്ചിലേഴ്സ് ഡിഗ്രി എടുക്കാം, അല്ലെങ്കിൽ ഓണേഴ്സ് ഡിഗ്രി എടുക്കാം. പിന്നെ യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമുള്ള ഫിൽട്ടറിംഗ് പ്രോസസ്സിലൂടെ അവൻ കടന്നുപോയി ആൾ മിടുക്കനാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ഡിഗ്രി വിത്ത് ഓണേഴ്സിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ കേരളത്തിൽ നമ്മുടെ ഈ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് സാറൊന്ന് വിശദീകരിക്കാം. സിസ്റ്റത്തിലുണ്ടാകുന്ന മാറ്റം, നേരത്തെ നമുക്ക് ഉണ്ടായിരുന്നത് ആകെ മൊത്തം ബാച്ചിലേഴ്സ് ഡിഗ്രി മാത്രമേ ഉണ്ടായിരുന്നു. 3 തരത്തിലുള്ള ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ ചില അപൂർവം യൂണിവേഴ്സിറ്റികളിൽ മാത്രം ഡിഗ്രി ഓണേഴ്സ് ഉണ്ടായിരുന്നു. എന്നാൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഡിഗ്രി ഓണേഴ്സ് ആയിരുന്നു കോമൺ ആയിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ പല കുട്ടികൾക്കും ഉണ്ടായിരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 3 വർഷത്തെ ഡിഗ്രിക്ക് ഒരു അന്താരാഷ്ട്ര തരത്തിലുള്ള ഒരു ഇക്വലൻസി ഇല്ലായ്മ ഉണ്ടായിരുന്നു. അത് ഇവിടെ പരിഹരിക്കപ്പെടും എന്നാണ് നമ്മൾ കരുതുന്നത്. ഇപ്പോൾ സാറ് സൂചിപ്പിച്ചല്ലോ, സാധാ ഡിഗ്രി, ഓണേഴ്സ് വിത്ത് റിസർച്ച്, അങ്ങനെയാണെങ്കിൽ ഒരു ഡിഗ്രിയുടെ ഒരു കാലാവധിയിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് മാധ്യമങ്ങളിലൂടെ പലപ്പോഴും കേട്ടിട്ടുള്ള, പത്രമാധ്യമങ്ങളിലും അല്ലെങ്കിൽ ന്യൂ ജനറേഷൻ ആയിട്ടുള്ള മാധ്യമങ്ങളിൽ, ഫേസ്ബുക്ക്, വാട്സപ്പ് അല്ല ഇൻസ്റ്റഗ്രാം തുടങ്ങിയ മാധ്യമങ്ങളിലൊക്കെ, നവമാധ്യമങ്ങളിലൊക്കെ വരുന്നത് 4 വർഷ ഡിഗ്രിയാണ്. പക്ഷേ ആക്ച്വലി ബിരുദം അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇപ്പോഴും ഉണ്ട്. അത് 3 വർഷം തന്നെയാണ്. എന്നാൽ പുതിയതായി അതിനൊപ്പം ചേർക്കപ്പെടുന്ന ഓണേഴ്സ് ബിരുദം അത് 4 വർഷമാണ്. അല്ലെങ്കിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്ന ബിരുദം 4 വർഷമാണ്. എന്നാൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇപ്പോഴും 3 വർഷം തന്നെയാണ്. അപ്പോൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമുക്ക് 3 വർഷം കൊണ്ടേ ഡിഗ്രി പൂർത്തിയാക്കാൻ പറ്റുകയുള്ളായിരുന്നു. എന്നാൽ മികച്ച വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ മിടുക്കന്മാരായ വിദ്യാർത്ഥികൾക്ക് അവർക്ക് ആ ഒരു പാറ്റേണിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി പഠിച്ചുകൊണ്ട് 2.5 വർഷം കൊണ്ട് നമുക്ക് ബിരുദം പൂർത്തിയാക്കാം. അതായത് ബാച്ചിലേഴ്സ് ഡിഗ്രി പൂർത്തിയാക്കാം. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഓണേഴ്സ് ബിരുദത്തിലേക്ക് പ്രവേശിക്കാം. അത് നമുക്ക് 3.5 വർഷം വരെയുള്ള കാലയളവ് കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാം. ഓണേഴ്സ് വിത്ത് റിസർച്ചും നമുക്ക് ഈ പറയുന്ന 3.5 വർഷം കൊണ്ട് പൂർത്തിയാക്കാം. സാർ, ഇപ്പോൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഡിഗ്രിയുടെ ഒരു കാലാവധി എന്ന് പറയുന്നത് ഈ ഒരു 3 വർഷമാണ്. സാധാ ഡിഗ്രിയുടെ കാലാവധി 3 വർഷമാണ്. അപ്പോൾ പിന്നെ ഈ 4 വർഷം സാറിനറിയാം, ഈ ഓണേഴ്സ് ഡിഗ്രി, ഓണേഴ്സ് വിത്ത് റിസർച്ച്,
ഇതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ്, ഓരോന്നും കൊണ്ടുള്ള ഗുണങ്ങൾ സാർ എന്ന് പറയാം. ഇപ്പം ഡിഗ്രി കൊണ്ട് ഇപ്പം 3 വർഷത്തെ ഡിഗ്രി കൊണ്ട് ഉള്ളത്, അതുപോലെ തന്നെ റിസർച്ച് കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് ഹയർ എഡ്യൂക്കേഷന് പോകാനുള്ള സാധ്യതകളുണ്ടോ, അങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ബാച്ചലേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത് 3 വർഷത്തെ ഡിഗ്രിയാണ്. നിലവിലുണ്ടായിരുന്ന ആ ഒരു പാഠ്യപദ്ധതിയുടെ അതിൻ്റെ സിലബസിൽ മാറ്റമുണ്ട്, അതിൻ്റെ സ്ട്രക്ചറിൽ മാറ്റമുണ്ട്. അതുപോലെ സ്കിൽ പോലെയുള്ള കോഴ്സുകളിലേക്കൊക്കെ സ്കിൽ എൻഹാൻസ്മെൻറ്റ് പോലെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ്ഡ് ആയിട്ട് പുതിയ ഒരു കരിക്കുലമാണ് 3 വർഷം അല്ലെങ്കിൽ 2.5 വർഷം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുന്ന ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ വന്നിരിക്കും. അവിടെ പ്രധാനമായിട്ടും സ്കില്ലിനെയും റിസർച്ചിനെയും ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കരിക്കുലമാണ് നമ്മൾ MG യൂണിവേഴ്സിറ്റിയിലും മറ്റ് യൂണിവേഴ്സിറ്റികളിലും ഒക്കെ ആയിട്ട് പുതിയതായിട്ട് ഉള്ള ബോർഡ് ഓഫ് സ്റ്റഡീസ് ഉണ്ടാക്കിയ സിലബസുകളിൽ കൂടുതലായിട്ട് അതിനെ എംഫസൈസ് ചെയ്യുന്നത്. എന്നാൽ ഓണേഴ്സ് ഡിഗ്രി എന്ന് പറയുന്നത് 4 വർഷമാണ്. 4 വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലുണ്ടായിരുന്ന വിദ്യാഭ്യാസ പാറ്റേൺ എന്ന് പറയുന്നത് 10ാം ക്ലാസ് കഴിയുന്നു, 2 വർഷത്തെ +2 അല്ലെങ്കിൽ 2 വർഷത്തെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം, 3 വർഷത്തെ ഡിഗ്രി വിദ്യാഭ്യാസം, 2 വർഷത്തെ പോസ്റ്റ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം എന്ന ലെവലിലായിരുന്നു ഇത് പോയത്. ഇത് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റും 2ാമത്തെ പ്രസിഡന്റുമായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണന്റെ ഒരു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടായത്. എന്നാൽ മറ്റു പല രാജ്യങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ അവർ 4 വർഷം ഓണേഴ്സിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലേക്ക് മാറി. അപ്പോഴാണ് നമ്മളും ഓണേഴ്സിലേക്ക് മാറുന്നത്. അത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് മാറുന്നത്. എന്നാൽ മുഴുവനായും ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയാണ് എന്ന് പറയാൻ പറ്റില്ല. അവിടെയും അതിൻ്റെ ഒരു കേരള വേർഷനുണ്ട്. ഒരു മിനിമം ക്വാളിറ്റിയായി ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയെ വെച്ചിട്ട് ഈ റിസർച്ച് അതുപോലെ ഓണേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഓണേഴ്സ് വിത്ത് റിസർച്ചിനുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നേരത്തെ നമുക്ക് ഒരു വിദ്യാർത്ഥിക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് എങ്കിൽ മാത്രമേ PhD അല്ലെങ്കിൽ ഡോക്ടറേറ്റിന് പ്രവേശനം നേടാൻ പറ്റുള്ളായിരുന്നു. എന്നാൽ ഇനി വരുന്ന വിദ്യാഭ്യാസ പദ്ധതി അനുസരിച്ച് ഓണേഴ്സ് വിത്ത് റിസർച്ച് ക്വാളിഫൈഡ് ആണെങ്കിൽ നമുക്ക് നേരിട്ട് PhDയുടെ എൻട്രൻസ് എഴുതാം. PhDക്ക് അഡ്മിഷൻ നേരിട്ട് കിട്ടുമെന്നല്ല, PhDക്ക് കയറുന്നതിനുള്ള എൻട്രൻസ് അല്ലെങ്കിൽ അതിനുള്ള ഫിൽട്ടറിങ് പ്രോസസ്സിന് വിധേയമാവാനുള്ള യോഗ്യതയുണ്ടാവും. അപ്പോൾ ഇപ്പോൾ സാറ് പറഞ്ഞതിനകത്ത് റിസർച്ച് അതുപോലെ തന്നെ ഓണേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ പല മാതാപിതാക്കന്മാർക്കും പേടിയാണ്, ഞങ്ങളുടെ കുട്ടികൾക്ക് ഇത് സാധിക്കുമോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ശരിക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് സാധിക്കുന്ന ഒരു ഇതായിട്ടാണോ സാറിന് തോന്നുന്നത്? തീർച്ചയായും. കാരണം നമ്മുടെ വിദ്യാർത്ഥികൾ നേരത്തെ 3 വർഷത്തെ ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിയുന്നു, അത് കഴിഞ്ഞ് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്നു. എന്നാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഉൾപ്പെട്ടിരുന്ന കുറേ അധികം കാര്യങ്ങൾ കൂടി നമ്മൾ 4 വർഷത്തെ ബിരുദത്തിനകത്തേക്ക് ഉൾക്കൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ബേസിക് യോഗ്യതയായിരുന്ന PhDയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ ഓണേഴ്സ് വിത്ത് റിസർച്ച് ഉണ്ടാവുക, അല്ലേ? അപ്പോൾ ഒരു സബ്ജക്റ്റിനെ നമ്മൾ എടുക്കുമ്പോൾ ആ സബ്ജക്റ്റിൻ്റെ വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ, അതായത് ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിൽ പഠിക്കുന്ന ഡെപ്തിൽ നമ്മൾ ഓണേഴ്സ് ലെവലിൽ പഠിക്കുന്നുണ്ട് എന്ന് വേണം പറയാൻ. എന്ന് വിചാരിച്ചാൽ 100% പോസ്റ്റ് ഗ്രാജുവേഷൻ വരെ ഉണ്ട് എന്നല്ല, എങ്കിലും ഒരു റിസർച്ചിന് പര്യാപ്തമാവുന്ന ലെവലിൽ ഉള്ള ഡെപ്തിലാണ് ഓണേഴ്സിൻ്റെയും ഓണേഴ്സ് വിത്ത് റിസർച്ചിൻ്റെയും സിലബസുകൾ രൂപകൽപ്പന ചെയ്തു. ഇനി ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഓണേഴ്സും ഓണേഴ്സ് വിത്ത് റിസർച്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ളതാണ്. ബാച്ചിലേഴ്സ് ഡിഗ്രി നമ്മൾ പറഞ്ഞു, അത് 3 വർഷം കൊണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മൾ LLBക്ക് +2 കഴിഞ്ഞിട്ട് നമ്മൾ LLBക്ക് പ്രവേശിക്കും, അല്ലേ? അപ്പോൾ അവിടെ 3 വർഷം കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി കിട്ടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നത്തെ 2 വർഷം കൂടി കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് നമുക്ക് LLB കിട്ടുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ 3 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം പഠനം നിർത്തിയാലും അദ്ദേഹത്തിന് 3 വർഷത്തെ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി കിട്ടും. ഇതേ ഒരു രീതിയാണ് ഇവിടെ സംഭവിക്കുന്നത്. അതായത് നമ്മൾ 3 വർഷം കഴിഞ്ഞിട്ട് തുടരണോ വേണ്ടയോ എന്നുള്ള കാര്യം ആർക്ക് തീരുമാനിക്കാം? വിദ്യാർത്ഥിക്ക് തീരുമാനിക്കാം. അവന് ഇപ്പോൾ ഒരു BSc ഫിസിക്സ് അല്ലെങ്കിൽ BSc മാത്തമാറ്റിക്സ് എടുക്കുന്നു. അപ്പോൾ 3 വർഷം കഴിയുമ്പോൾ കുട്ടി തീരുമാനിക്കുകയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്യാം എന്ന് തീരുമാനിച്ചാൽ കുട്ടിക്ക് ഓണേഴ്സിലേക്ക് ഡയറക്റ്റ് പ്രവേശിക്കാം. ആ ഓണേഴ്സ് വിത്ത് റിസർച്ചിലേക്കാണ് പ്രവേശിക്കേണ്ടതെങ്കിൽ എന്ത് ചെയ്യണം? യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന
സെലക്ഷൻ പ്രൊസീജിയറിന് വിധേയമാണ്. ആ സെലക്ഷൻ പ്രൊസീജിയർ എന്താണെന്നുള്ള കാര്യത്തിൽ ഗവൺമെന്റ് നിലവിൽ തീരുമാനം എടുത്തിട്ടില്ല. ചിലപ്പോൾ അത് മാർക്കിന്റെ ബേസിസിലാവാം, ചിലപ്പോൾ അതൊരു ഫിൽട്ടറിംഗ് ടെസ്റ്റ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ ഓണേഴ്സ് വിത്ത് റിസർച്ചും തമ്മിലുള്ള വ്യത്യാസം, ഓണേഴ്സ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ വർഷം വരുന്ന 2 സെമസ്റ്ററുകൾ, 7ഉം 8ഉം സെമസ്റ്ററുകളിൽ നമ്മൾ കൂടുതൽ ഡെപ്തിൽ സബ്ജക്റ്റുകൾ പഠിക്കുന്നു. പിന്നെ ഒരു 8 ക്രെഡിറ്റ് അല്ലെങ്കിൽ 2 വിഷയത്തിന് തുല്യമായ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നു. എന്നാൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് ആണെങ്കിൽ അവസാനത്തെ സെമസ്റ്ററിൽ കൂടുതൽ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നു. ആ പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പറയുന്നത്, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ നിബന്ധന എന്താണെന്ന് വെച്ചാൽ മിനിമം 2 PhD ഹോൾഡേഴ്സ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റിന് മാത്രമേ ഓണേഴ്സ് വിത്ത് റിസർച്ച് അധ്യാപകർ PhD ഹോൾഡേഴ്സ് ആയിരിക്കും. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റിന് മാത്രമേ ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന് പറയുന്ന പ്രോഗ്രാം നടത്താൻ പറ്റൂ. അപ്പോൾ അങ്ങനെയുള്ളത് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രോജക്റ്റ് ഒരു റിസർച്ച് ഓറിയന്റഡ് പ്രോജക്റ്റ് ആയിരിക്കണം. കാരണം അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വേണം നമ്മൾ PhD അല്ലെങ്കിൽ ഗവേഷണത്തിലേക്ക് തിരിയാനായി. പിന്നെ അതുപോലെ തന്നെ ഈ എല്ലാവരെയും നമുക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ഒരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുകൊണ്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് എന്തൊക്കെ അവസരങ്ങളാണ് ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും മാതാപിതാക്കന്മാരൊക്കെ ഉന്നയിക്കുന്ന ഒരു ഇത്. അപ്പോൾ സാർ എന്തായിരിക്കും അതിനൊരു മറുപടിയായിട്ട് തരാനായിട്ടുള്ളത്? അതായത് നമ്മൾ നേരത്തെ ഒരു വിഷയം നമ്മൾ ഐച്ഛിക വിഷയമായി ചൂസ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഞാനൊരു സയൻസ് അധ്യാപകനാണ്. അപ്പോൾ എൻ്റെ കോളേജിൽ ഫിസിക്സ് ഐച്ഛിക വിഷയമായ ഒരു കുട്ടി ചൂസ് ചെയ്തിരുന്നു എന്ന് വിചാരിക്കുക, നേരത്തെ ഉള്ള പാറ്റേണിൽ. അപ്പോൾ ആ കോളേജിൽ വരുന്ന എല്ലാ കുട്ടികളും നിർബന്ധമായും ഫിസിക്സിനൊപ്പം മാത്തമാറ്റിക്സും കമ്പ്യൂട്ടർ സയൻസും പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാ കുട്ടികൾക്കും ഈ പറയുന്ന ഒരു കോമ്പിനേഷൻ അല്ല. ഫിസിക്സ് പഠിക്കണം, ഒപ്പം മറ്റു പല വിഷയങ്ങളും ഇതിനൊപ്പം ചൂസ് ചെയ്യേണ്ട ഒരു താല്പര്യമുണ്ട്. യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കുന്ന വിഷയങ്ങൾ ചൂസ് ചെയ്യേണ്ട യൂണിവേഴ്സിറ്റി ഒരു കോളേജിൽ പറയുന്ന വിഷയങ്ങൾ ഏതാണോ അത് മാത്രമായിരുന്നു പഠിക്കാൻ നിർബന്ധിതരായിരുന്നു. ഇനി ഫിസിക്സിനൊപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കണം, അല്ലെങ്കിൽ എലോൺ മസ്കിനെ പോലെ ഫിസിക്സിനൊപ്പം എക്കണോമിക്സ് പഠിക്കണം എന്ന് വിചാരിക്കും. അങ്ങനെ ഒരു വിദ്യാർത്ഥി വിചാരിച്ചാൽ നിലവിൽ നമുക്ക് അങ്ങനെ ഒരു സംവിധാനം ഇല്ലായിരുന്നു. എന്നാൽ ഇനി ഓരോ കുട്ടിക്കും ഇഷ്ടമുള്ള പാത്ത് ചൂസ് ചെയ്യാം. സ്റ്റുഡന്റ് സെൻട്രിക് ആവുന്നു എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനം. ഇപ്പോൾ നമ്മൾ ഒരു കുട്ടി, നമ്മുടെ ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെങ്കിൽ ആ 30 കുട്ടികളിൽ ഒരു കുട്ടി തീരുമാനിക്കുകയാണ് ഫിസിക്സും മാത്തമാറ്റിക്സും കമ്പ്യൂട്ടർ സയൻസും എടുക്കണം. അദ്ദേഹത്തിന് IT-യുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ഗവേഷണം നടത്താനാണ് ആഗ്രഹം. അപ്പോൾ മാത്തമാറ്റിക്സ് അറിയണം, ഫിസിക്സ് അറിയണം, കമ്പ്യൂട്ടർ സയൻസും അറിയണം, അതിലേക്ക് പോകും. ഇനി മറ്റൊരു കുട്ടിക്ക് മെറ്റീരിയൽ സയൻസിലാണ് ഗവേഷണം നടത്താൻ ആഗ്രഹിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? ഫിസിക്സും മാത്തമാറ്റിക്സും കെമിസ്ട്രിയും ഉള്ള കോമ്പിനേഷൻ എടുക്കണം. ഇനി ഇതൊന്നും അല്ല, അദ്ദേഹം ഫിസിക്സ് കഴിഞ്ഞിട്ട് സിവിൽ സർവീസിന് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു സയൻസ് വിഷയം പഠിച്ചാൽ കുറച്ചുകൂടെ ഒരു ലോജിക്കൽ സ്കില്ലും റീസണിങ്ങും ഒക്കെ കിട്ടുന്നതുകൊണ്ട് അദ്ദേഹം ഒരു മാത്തമാറ്റിക്സോ അല്ലെങ്കിൽ ഫിസിക്സോ ചൂസ് ചെയ്യുന്നു. സപ്പോസ് മാത്തമാറ്റിക്സ് ചൂസ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇപ്പോൾ ഐച്ഛിക വിഷയത്തിനൊപ്പം ഇപ്പം നമ്മൾ സബ്സിഡിയറി അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററി എന്നുള്ള ലെവലിൽ 2 വിഷയങ്ങൾ പഠിക്കുന്നുണ്ടായിരുന്നു. അത് യൂണിവേഴ്സിറ്റി തന്നത് മാത്രമേ പഠിക്കാൻ പറ്റൂ. അപ്പം മാത്തമാറ്റിക്സിനൊപ്പം ഹിസ്റ്ററിയും എക്കണോമിക്സും അദ്ദേഹം സിവിൽ സർവീസ് എഴുതുമ്പോൾ ഐച്ഛിക വിഷയങ്ങളായി നമ്മുടെ സിവിൽ സർവീസിൽ ചൂസ് ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. അതിനെ നമുക്ക് ഇവിടെ പഠിക്കാം. ഒന്നുകിലും മലയാളം പഠിക്കാം, മാത്തമാറ്റിക്സിനൊപ്പം മലയാളവും ഹിസ്റ്ററിയും പഠിക്കാം, അല്ലെങ്കിൽ മാത്തമാറ്റിക്സിനൊപ്പം ഇംഗ്ലീഷും എക്കണോമിക്സും പഠിക്കാം. ഓരോ കുട്ടിക്കും അവരുടെ താല്പര്യങ്ങളനുസരിച്ച് ശരിക്കും നമ്മൾ പറയുന്ന ഒരു റിവേഴ്സ് കരിയർ പ്ലാനിങ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അതനുസരിച്ച് നമ്മുടെ കരിയർ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ എന്ത് പഠിക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. ഇപ്പോൾ ഒരു കുട്ടിക്ക് CA പഠിക്കണം എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെ CA പഠിക്കണമെങ്കിൽ അദ്ദേഹം മാത്തമാറ്റിക്സ് ആണ് എടുക്കുക. നിലവിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സും അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസും പഠിക്കാൻ പറ്റൂ. അപ്പോൾ എന്നാൽ നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ മാത്തമാറ്റിക്സിനെ ഐച്ഛിക വിഷയമായി എടുക്കുകയും ഒപ്പം അക്കൗണ്ടൻസിയും അല്ലെങ്കിൽ ബിസിനസ് ലോയോ അങ്ങനെ തുടങ്ങുന്ന കൊമേഴ്സ് വിഷയങ്ങളോ അല്ലെങ്കിൽ എക്കണോമിക്സോ ലാംഗ്വേജും എടുക്കാം. അതായത് നാട്ടിലൊക്കെ ഈ ഒരു അന്യ സംസ്ഥാനക്കാരുടെ മക്കളൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. ഒരുപക്ഷെ അവർക്ക് അവരുടെ ഒരു വിഷയം തന്നെ ഹിന്ദി വേണമെങ്കിൽ അവർക്ക് മൈൻഡ് അത് ഓരോ കോളേജിൽ എത്ര ഡിപ്പാർട്ട്മെന്റുകളുണ്ടോ അത്രയും ഓപ്ഷൻസ് ആണ് വരിക.
ആകെ മൊത്തം എപ്പോഴും പല സമയത്തും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആകെ ചൂസ് ചെയ്യാനുള്ള അവസരം അവരുടെ ഐച്ഛിക വിഷയം മാത്രം ചൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ പഠിക്കുന്ന വിഷയങ്ങൾ ഏതാണെന്ന് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജിൽ നിർബന്ധിച്ച് നമ്മൾ പഠിപ്പിക്കുന്നതായിരുന്നു. അതിനപ്പുറത്തേക്ക് മാറുന്നു. അതാണ് അതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്യും അല്ലേ, അത് യൂണിവേഴ്സിറ്റി ഡിസൈൻ ചെയ്ത കോഴ്സാണ്. അതിനകത്ത് 10 പേപ്പറുകൾ പഠിക്കാനുണ്ട്. 10 പേപ്പർ നമ്മൾ പഠിക്കണം, നിർബന്ധമായിട്ടും നമ്മൾ പഠിക്കണം. അതിൽ കൂടുതലൊന്നും പഠിക്കാനുള്ള അവസരം നമുക്കില്ല. ശരിയാണ്. ഇതിനകത്ത് നമുക്ക് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവസരം എന്ന് പറയുന്നത്, ഒരു കുട്ടിക്ക് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ സയൻസ് പഠിക്കുന്ന ഒരു കുട്ടി സാധാരണഗതിയിൽ എന്താണ് പഠിക്കുക? ഫിസിക്സ്. പ്ലസ് ടൂല് സയൻസ് പഠിക്കുന്ന കുട്ടി ഫിസിക്സ് പഠിക്കും, കെമിസ്ട്രി പഠിക്കും, മാത്തമാറ്റിക്സ് പഠിക്കും, ബയോളജി പഠിക്കും. അതൊരു കോമ്പിനേഷനാണ്. എന്നാൽ ഈ 4 എണ്ണത്തിൻ്റെ കൂടെ ആ കുട്ടിക്ക് കമ്പ്യൂട്ടർ സയൻസ് കൂടി പഠിച്ചാൽ കരിയർ ഡെവലപ്പ് ചെയ്യാൻ നല്ലതല്ലേ? അപ്പോൾ അങ്ങനെ ഒരു അവസരം നമ്മൾ ഇവിടെ ഉന്നത വിദ്യാഭ്യാസത്തിൽ പുതിയതായി വരുന്ന ഡിഗ്രി പാറ്റേണിൽ ഉൾപ്പെടുത്തുന്നു എന്നതാണ് പ്രധാനം. അതായത് നമുക്ക് പഠിക്കുന്ന ഇപ്പം മേജറായിട്ടോ മൈനറായിട്ടോ പഠിക്കുന്ന വിഷയത്തിൽ കൂടുതൽ പേപ്പറുകൾ എടുത്ത് പഠിക്കാം. അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മൾക്ക് മിനിമം വേണ്ടത് 2 മൈനറാണ്. ആ കോളേജ് അനുവദിക്കുന്നുണ്ടെങ്കിൽ, അതിനുള്ള സാഹചര്യങ്ങൾ കോളേജ് ഒരുക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ, മൂന്നാമതൊരു മൈനർ കൂടി എടുക്കാം. അക്കാഡമിക് ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അതായത് ഏത് മൈനറും ചൂസ് ചെയ്യാം. ഒപ്പം നേരത്തെ യൂണിവേഴ്സിറ്റി 2 എണ്ണമേ പറയുന്നുള്ളൂ, അതിനുള്ള അവസരമേ തരുന്നുള്ളൂ, സമയം നിശ്ചയിച്ചിട്ടുള്ളൂ. എന്നാൽ പുതിയ പദ്ധതി അനുസരിച്ച് ഈ 2 മൈനറിനെ കൂടാതെ മൂന്നാമതോ 4മതോ ഒരു മൈനർ എടുക്കാം. അതായത് ഒരു സെമസ്റ്ററിൽ ഏതാണ്ട് 21-22 ക്രെഡിറ്റുകളാണ് സാധാരണഗതിയിൽ ആ കുട്ടിക്ക് മിനിമം പാസ്സാവാൻ പറ്റും. എന്നാൽ നമുക്ക് 30 ക്രെഡിറ്റ് വരെ അച്ചീവ് ചെയ്യാം. അത് നമ്മുടെ കോളേജിൽ നിന്ന് മാത്രമാവണമെന്നില്ല, തൊട്ടടുത്ത കോളേജിൽ നിന്നാവാം. മനസ്സിലായി? അല്ലെങ്കിൽ ഗവൺമെന്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗീകരിച്ചിട്ടുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് എടുക്കാം. സ്വയം, NPTEL പോലെയുള്ള അതേതൊക്കെയാണെന്നുള്ളതും ഏതൊക്കെ കോഴ്സുകളാണെന്നുള്ളതും ബോർഡ് ഓഫ് സ്റ്റഡീസ് ഇനി പിന്നാലെ തീരുമാനിച്ചു. അപ്പൊ അത് സജസ്റ്റ് ചെയ്യപ്പെട്ട കോഴ്സുകളുണ്ട്. ഇനി വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇതിനകത്ത്. നമ്മൾ ഇപ്പോഴത്തെ ഒരു പാഠ്യപദ്ധതി അനുസരിച്ച്, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ പാഠ്യപദ്ധതി അനുസരിച്ച്, നമ്മളുടെ ഐച്ഛിക വിഷയത്തിൽ നമ്മൾ ബാച്ചുലേഴ്സ് ഡിഗ്രിയാണ് എടുക്കുന്നതെങ്കിൽ 3 വർഷം കൊണ്ട് നമ്മൾ 17 വിഷയങ്ങളാണ് എന്ത് ചെയ്യുക പഠിക്കേണ്ടത്. 17 കോഴ്സുകളാണ് പഠിക്കേണ്ടത്. ഈ 17 കോഴ്സിൽ 10 എണ്ണമാണ് എന്തുള്ളത് നിർബന്ധമായിട്ട് നമ്മുടെ കോർ കോഴ്സുകൾ. ബാക്കി 7 എലക്റ്റീവ്സ്. ആ 7 എൻ്റെ കോളേജിൽ ഇല്ല. സപ്പോസ് ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ ഒരു പക്ഷേ എന്താണ് തിയറട്ടിക്കൽ ഫിസിക്സോ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷൻ ഫിസിക്സോ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് ഫിസിക്സോ ആണ് ഉള്ളത് എന്ന് വിചാരിക്കാം. ഇനി പുതിയതായിട്ട് നമ്മൾ വരുന്നൊരു വിദ്യാഭ്യാസ പദ്ധതിയിൽ ഒരാൾക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എടുക്കണം എന്ന് വിചാരിക്കുക. ഫിസിക്സ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ളൊരു കോഴ്സ് എടുക്കണം. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ അടുത്തുള്ള ഇപ്പോൾ കട്ടപ്പന ഗവൺമെൻറ് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പാവനാത്മ കോളേജിൽ വന്നിട്ട് ആ 3 കോഴ്സ് എടുക്കാം. അല്ലെ പാവനാത്മ കോളേജിൽ പഠിക്കുന്ന കുട്ടിക്ക് കട്ടപ്പന ഗവൺമെൻറ് കോളേജിൽ വന്നിട്ട് ആ കോഴ്സ് എടുക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന മിനിമം നമ്പർ ഓഫ് കോഴ്സസ് ലോകത്തെ വിദഗ്ധരായ ആൾക്കാർ NPTEL-ലും മറ്റ് സ്ഥലങ്ങളിൽ IIT IIMകളൊക്കെ ചേർന്നിട്ടുള്ള NPTEL സ്വയത്തിലൊക്കെ ഉണ്ട്. അവിടുന്ന് പഠിച്ചിട്ട് മിനിമം ക്രെഡിറ്റ്സ് എടുത്താൽ മതി. പക്ഷേ എല്ലാ പേപ്പറുകളും നമുക്ക് ഓൺലൈനിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല. അത് ഓരോ യൂണിവേഴ്സിറ്റികളും നിർദ്ദേശിക്കുന്ന ഒരു നമ്പറെ ഓൺലൈനിൽ. അപ്പോൾ സാർ, ഇനി മുതൽ ഈ നേരത്തെ ഒരു കാലഘട്ടത്തിൽ BCom മോഡൽ 1 മോഡൽ 2, BA മോഡൽ 1 മോഡൽ 2, BSc മോഡൽ 1 മോഡൽ 2, പല കുട്ടികളും അതിൻ്റെ ഒരു അവർ ചേർന്ന് കഴിഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് പോലും ചിന്തിക്കുന്നത്. അപ്പോൾ ഇനിയൊരു രീതിയിൽ ഇനി വരുന്ന ഒരു ഇതിൽ മോഡൽ 1 മോഡൽ 2 സിസ്റ്റം ഇല്ല എന്നാണോ? മോഡൽ 1 മോഡൽ 2 എന്ന് പറയുന്ന ഒരു സിസ്റ്റം എല്ലാ യൂണിവേഴ്സിറ്റികളിലും. അത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഇവിടെ ഉണ്ടായിരുന്ന പല കോഴ്സുകളും ചില കോളേജുകളിലേ ഉണ്ടായിരുന്നു. ഇനി വരാൻ പോകുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, 1ാം വർഷം ഒരു കോളേജിൽ പഠിക്കുന്നു, അടുത്ത 2ാം വർഷം മറ്റൊരു കോളേജിലേക്ക് വിദ്യാർത്ഥിക്ക് മാറാം. ചിലപ്പം കുറച്ചുകൂടെ നല്ല അക്കാഡമിക് അന്തരീക്ഷം അല്ലെങ്കിൽ കുറച്ചുകൂടെ നല്ല സ്പെഷ്യലൈസേഷൻസ് തേടിയായിരിക്കും അവർ പോകുന്നത്.
അല്ലെങ്കിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് അന്വേഷിച്ചായിരിക്കും പോണത്. ഒരു വർഷം ചേർന്നപ്പോൾ ഓണേഴ്സ് വിത്ത് റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കില്ല ചൂസ് ചെയ്തത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റി അതിന് നല്ല ഫ്ലെക്സിബിലിറ്റി, യൂണിവേഴ്സിറ്റി എന്നല്ല ഈ കേരളത്തിലെ വിദ്യാഭ്യാസ പദ്ധതി അതിന് ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അടുത്ത യൂണിവേഴ്സിറ്റിയിലേക്ക് മാറാം. അപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്കോ കേരള യൂണിവേഴ്സിറ്റിയിലേക്കോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്കോ മാറാം. ഒന്നാം വർഷം പൂർത്തിയാക്കിയിട്ട് മാറാം. അപ്പോൾ എല്ലാ കോഴ്സുകളും ഒരേ പാറ്റേണിൽ വരണമെന്നുള്ളത് ഗവൺമെന്റിന്റെ നിർബന്ധമായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് എല്ലാ കോഴ്സുകളും ഇപ്പോൾ ഒരേ പാറ്റേണിലാണ് പോകുന്നത്. പിന്നെ ഇനി ഇതിനകത്ത് വേറൊരു ഫ്ലെക്സിബിലിറ്റി കൂടിയുണ്ട്. അതായത് ഒന്നാം വർഷം കുട്ടി ഒരു ഐച്ഛിക വിഷയം തിരഞ്ഞെടുത്തു. ഇപ്പം മാത്തമാറ്റിക്സ് ആണ് ആ കുട്ടി ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുത്തത് എന്ന് വിചാരിക്കുക. ഓക്കെ അങ്ങനെ ഐച്ഛിക വിഷയമായി തിരഞ്ഞെടുത്തു. അതിനൊപ്പം മൈനറായി, അതിനൊപ്പം പഠിക്കുന്ന മൈനറായിട്ട് ഫിസിക്സും കെമിസ്ട്രിയും ചൂസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഓക്കെ അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് എനിക്ക് കുറച്ചുകൂടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉള്ളത് ഫിസിക്സിലാണ്. അപ്പോൾ 2 സെമസ്റ്ററുകൾ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒന്നാം വർഷത്തിൻ്റെ അവസാനം ഈ വിദ്യാർത്ഥിക്ക് അവനിഷ്ടമുള്ള ഒരു വിഷയത്തിലേക്ക് മാറാനുള്ള അവസരം ഈ പുതിയ പാഠ്യപദ്ധതിയിൽ കൊടുക്കുന്നുണ്ട്. അത് ഒറ്റ കാര്യമേ ഉള്ളൂ. ഫസ്റ്റ് ഇയറിൽ അല്ലെങ്കിൽ ആദ്യത്തെ വർഷം 2 സെമസ്റ്ററുകൾ നമ്മൾ പഠിച്ച ഏതെങ്കിലും ഒരു മൈനർ ആയിരിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് മാറാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എല്ലാ കോഴ്സുകളും ഒരേ പാറ്റേണിലേക്ക് വന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ട് എല്ലാ കോഴ്സുകളും ഒരേ പാറ്റേണിലാണ്. പിന്നെ മൈനറുകളിലാണ് വ്യത്യാസം. മോഡൽ 1, മോഡൽ 2, മോഡൽ 3 കോഴ്സുകളിലും പലപ്പോഴും ഉണ്ടായ മൈനറുകളും അവിടുത്തെ ലാംഗ്വേജിന്റെ നമ്പറുകളിലുമായിരുന്നു വ്യത്യാസം. ഇപ്പോൾ അതെല്ലാം മൈനറുകളായിട്ട് മാറി. നേരത്തെ ഒരു മോഡൽ 2 കോഴ്സ് ആണെങ്കിൽ ഫിസിക്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫിസിക്സും മാത്തമാറ്റിക്സും കമ്പ്യൂട്ടർ സയൻസും ആയിരുന്നു. ആ വിദ്യാർത്ഥിക്ക് ഇപ്പോഴും കമ്പ്യൂട്ടർ സയൻസ് അവിടെ ഉണ്ട്. ഒപ്പം എന്താണ് കെമിസ്ട്രി അല്ലെങ്കിൽ എക്കണോമിക്സ്, ആർട്സ് അല്ലെങ്കിൽ ഈവൻ ബയോളജി, മനസ്സിലായി. അങ്ങനെ തുടങ്ങുന്ന ആ കോളേജിൽ എന്തെല്ലാം ഡിപ്പാർട്ട്മെന്റുകളുണ്ടോ ആ അവസരങ്ങളെല്ലാം ഒരുമിച്ച് ഉപയോഗപ്പെടുത്താം. അപ്പോൾ കുട്ടിക്ക് ഏത് അവസരം വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ്. കുട്ടിക്ക് കൃത്യമായ ഒരു കരിയർ പ്ലാനിങ് ഉണ്ടെങ്കിൽ വളരെ കൃത്യമായി ഉപയോഗിക്കാൻ പറ്റിയ ഒരു പാഠ്യപദ്ധതിയാണ് സർക്കാർ വിഭാവനം ചെയ്തത്. സാർ, അതുപോലെ തന്നെ ഇവരെല്ലാം ചോദിക്കുന്ന, നമുക്ക് വന്നിരിക്കുന്ന കുറേ മാതാപിതാക്കന്മാർ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ ഒരു ക്രെഡിറ്റ്, എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ്? ഇപ്പോൾ സാറ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞു. ഒരു ചുരുങ്ങിയ വാക്കിൽ എന്താണ് ഒരു ക്രെഡിറ്റ് എന്നുകൊണ്ട് മാർക്ക് തന്നെയാണോ, പെർസെൻറ്റേജ് ആണോ? ഒരു മാതാപിതാക്കന്മാരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളെക്കാൾ ഉപരി. നമ്മൾ സാധാരണഗതിയിൽ ഇന്ന് വരെയുള്ള 10ാം ക്ലാസ്സിലാണെങ്കിലും 12ാം ക്ലാസ്സിലാണെങ്കിലും എല്ലാ പേപ്പറിനും 100 മാർക്ക്, അതെ, അല്ലെങ്കിൽ എല്ലാ പേപ്പറിനും 200 മാർക്ക് എന്നുള്ള ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ പോകുന്നത്. അതായത് എല്ലാത്തിനും തുല്യമായ പ്രാധാന്യമാണ് നൽകുന്നത്. എന്നാൽ ഇനി വരുമ്പോൾ അങ്ങനല്ല. നമ്മൾ പഠിക്കുന്ന വിഷയങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം, നമ്മുടെ ഐച്ഛിക വിഷയത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. അപ്പോൾ അതിന് കൂടുതൽ ക്രെഡിറ്റ് വരും. ഇപ്പോൾ നമ്മളുടെ പുതിയ പാഠ്യപദ്ധതി അനുസരിച്ച് 2 തരത്തിലുള്ള കോഴ്സുകളാണ് ഉണ്ടാവുക. ഒന്നാമത്തേത് നമ്മുടെ മേജർ വിഷയമായി ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സസ് എന്ന് പറയും. അത് 4 ക്രെഡിറ്റിന്റെ കോഴ്സാണ്. ഇനി അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റു കോഴ്സുകളുണ്ട്. ഫൗണ്ടേഷൻ കോഴ്സ്, അത് 3 ക്രെഡിറ്റിന്റെ കോഴ്സ്. ഒരു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ തിയറി ക്ലാസ്സുകളാണെങ്കിൽ ആഴ്ചയിൽ 1 മണിക്കൂർ, ഒരു മണിക്കൂർ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു ക്രെഡിറ്റിന് തുല്യമാണ്. സിമ്പിളായിട്ട് പറഞ്ഞു. ഇനി ആഴ്ചയിൽ 2 മണിക്കൂർ പ്രാക്ടിക്കൽ ആണെങ്കിലും ഒരു ക്രെഡിറ്റ് വരും. തിയറി ആണെങ്കിൽ 1 മണിക്കൂർ, 2 മണിക്കൂർ. അപ്പം ഒരു വിഷയം ആഴ്ചയിൽ 4 മണിക്കൂർ ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ എന്താണ് അർത്ഥം? അതിന് 4 ക്രെഡിറ്റ് ഉണ്ട്. അപ്പോൾ സാർ, ഈ ഒരു ബിരുദം തീരണമെങ്കിൽ 3 വർഷത്തെ ഒരു ബിരുദത്തിന് ടോട്ടൽ ക്രെഡിറ്റ് എത്രയാണ്? 3 വർഷത്തെ കോഴ്സിന് മിനിമം വേണ്ടത് 133 ക്രെഡിറ്റ് ആണ് വേണ്ടത്. ഈ 133 ക്രെഡിറ്റുകൾ എന്ന് പറഞ്ഞാൽ ചില പാറ്റേൺസ് ഉണ്ട്. ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സുകളിൽ നിന്ന് ഇത്ര വേണം. അതുപോലെ എന്താണ് ബാക്കിയുള്ള ഫൗണ്ടേഷൻ കോഴ്സിൽ നിന്ന് ഇത്ര വേണം. ഈ ഡിസിപ്ലിൻ സ്പെസിഫിക് കോഴ്സ് ആണെങ്കിലും ഫൗണ്ടേഷൻ കോഴ്സ് ആണെങ്കിലും പല ലെവലുകളിലുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ലെവലിലായിരിക്കില്ലല്ലോ തേർഡ് ഇയറിൽ പഠിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ കൂടുതൽ പേപ്പറുകൾ പഠിച്ചിട്ട് തേർഡ് ഇയറിലെ കുറച്ച് പേപ്പറുകൾ പഠിക്കാം എന്ന് വിചാരിച്ചാൽ അതല്ല. പിന്നെ ഈ 133 ക്രെഡിറ്റ് എന്ന് പറഞ്ഞു അല്ലെ, ഈ 133 ക്രെഡിറ്റ് നമുക്ക് 2.5 വർഷം കൊണ്ട് അച്ചീവ് ചെയ്താലും എന്ത് കിട്ടും? ഈ ഡിഗ്രി കിട്ടും. സാർ, ഈ 2.5 വർഷം കൊണ്ട് നമുക്ക് കോഴ്സ് പൂർത്തിയാക്കാന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാർ, അതെങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് പറയാം.
2.5 വർഷം കൊണ്ട് നമുക്ക് കോഴ്സ് പൂർത്തിയാക്കാമെന്ന് പറഞ്ഞാൽ 2.5 വർഷം കൊണ്ട് നമ്മൾ 133 ക്രെഡിറ്റ് ആ യൂണിവേഴ്സിറ്റി നിശ്ചയിച്ചിരിക്കുന്ന ലെവലിലുള്ള അല്ലെങ്കിൽ ആ പാറ്റേണിലുള്ള ക്രെഡിറ്റ്സ് അച്ചീവ് ചെയ്താൽ നമുക്ക് എടുക്കാൻ പറ്റും. അതൊരു അഡ്വാൻസ്ഡ് ലേണേഴ്സിനെ ഉദ്ദേശിച്ചാണ് അത് ചെയ്തിരിക്കുക. കാരണം നമുക്ക് 1ാം സെമസ്റ്ററിൽ പഠിക്കുന്ന കൂട്ടത്തിൽ 2ാം സെമസ്റ്ററിലെയോ 3ാം സെമസ്റ്ററിലെയോ പഠിക്കേണ്ടതിന് തുല്യമായ കോഴ്സുകൾ നമുക്ക് ഓൺലൈനിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ കോളേജിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസിൽ നിന്നോ നമ്മളത് പഠിച്ചുകൊണ്ട് അച്ചീവ് ചെയ്യും. അപ്പോൾ നമുക്കൊരു കുട്ടിക്ക് ഒരു പ്ലേസ്മെൻറ്റ് കിട്ടുന്നു. അപ്പോൾ അങ്ങനെ പ്ലേസ്മെൻറ്റ് കിട്ടുമ്പോൾ അവർ 2.5 വർഷം കൊണ്ട് പൂർത്തിയാക്കി ഉടനെ ജോലിക്ക് പ്രവേശിക്കാം. ഇതേ ഒരു സാധ്യത തന്നെ നമുക്ക് ഓണേഴ്സ് വിത്ത് റിസർച്ചിലും ഓണേഴ്സ് ബിരുദത്തിലുമുണ്ട്. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഓണേഴ്സ് വിത്ത് റിസർച്ചാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ കോളേജുകൾ തിരഞ്ഞെടുക്കുമ്പോൾ മാക്സിമം PhD ഹോൾഡേഴ്സ് ഉള്ള അധ്യാപകരുള്ള കോളേജുകൾ തിരഞ്ഞെടുക്കണം. അതായത് ഒരു വിദ്യാർത്ഥി ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് അതിലെ വെബ്സൈറ്റിൽ പോയി അവരുടെ അധ്യാപകരെ വരെ അറിഞ്ഞിരിക്കണം എന്നാണ്. അത് അധ്യാപകരെ മാത്രമല്ല, അധ്യാപകരുടെ റിസർച്ച് ഏരിയ വരെ അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നാണ്. സാർ, അതുപോലെ ഈ വലിയൊരു മാറ്റം വരുമ്പോൾ ഫീസ് സ്ട്രക്ചറിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്നൊക്കെയാണ് മാതാപിതാക്കന്മാർ കൂടുതലായിട്ടും കുട്ടികളൊക്കെ ആശങ്കപ്പെടുന്നൊരു കാര്യം. ഹ്യൂജ് ഫീസിലേക്ക് പോവുമോ അതോ ഫീസ് കുറവായിരിക്കുമോ, എങ്ങനെയാണ് സാർ അതിൻ്റെ ഒരു നിലവിൽ യൂണിവേഴ്സിറ്റിയിൽ 2 തരത്തിലുള്ള അല്ലെങ്കിൽ കേരളത്തിൽ 2 തരത്തിലുള്ള കോളേജുകളാണ്. ഒന്ന് ഗവൺമെൻറ് കോളേജ് ആൻഡ് ഗവൺമെൻറ് എയ്ഡഡ് കോളേജ്. അവിടെ ഫീസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫീസ് ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാക്ടിക്കലി ഫീസ് ഇല്ല എന്ന് പറയാൻ പറ്റും. കാരണം നമ്മൾ സ്കൂളിൽ പഠിക്കുന്നത് പോലെ ഗവൺമെൻറ് സ്കൂളിലോ എയ്ഡഡ് സ്കൂളിലോ പഠിക്കുന്നത് പോലെ തന്നെ പഠിക്കും. അവിടെ പ്രത്യേകിച്ച് ചെറിയ വളരെ നാമമാത്രമായ ഫീസുകൾ, നാമമാത്രമായ ഫീസുകളേ ഉള്ളൂ. അതുമാത്രമല്ല, അങ്ങനെയുള്ള കോളേജുകളിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ സ്കോളർഷിപ്പിന് അവസരമുണ്ട്. അതുപോലെ ചില കുട്ടികൾക്ക് നമുക്ക് അവരുടെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മറ്റു പല സ്കോളർഷിപ്പുകളും ഉണ്ട്. കോളേജ് തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന സ്കോളർഷിപ്പുകളൊക്കെ അപ്പുറത്ത് ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പ് അതാണ് അതിനകത്ത് ഒരു പ്രത്യേകത. അൺഎയ്ഡഡ് കോളേജുകളാണെങ്കിലും സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ അല്ലെങ്കിൽ അൺഎയ്ഡഡ് കോളേജുകളാണെങ്കിലും അവിടെയും നമുക്ക് താങ്ങാൻ പറ്റാത്ത ഫീസൊന്നുമില്ല. അതിന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ അവരുടെ ഓരോ കോഴ്സിൻ്റെയും ഫീസ് കൊടുത്തിട്ടുണ്ട്. അൺഎയ്ഡഡ് കോഴ്സാണെങ്കിൽ ഓരോ സെമസ്റ്ററിനും ആയിരിക്കും ഫീസ്. പിന്നെ അത് കോഴ്സ് അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും എന്നുള്ളത്. അപ്പം സാർ, ഇനി നമുക്ക് നമ്മുടെ സമയങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പം ഈ ഒരു കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുക, അതായത് ഈ ഒരു മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട് സാറിന് എന്താണ് കൂടുതലായിട്ട് പറയാനുള്ളതെന്ന് ഒന്ന് വിശദീകരിക്കാം. നമുക്ക് പലതരത്തിലുള്ള കോഴ്സുകൾ ചൂസ് ചെയ്യാനുള്ള അവസരമുണ്ട്. തൊഴിൽ സാധ്യതകളെക്കുറിച്ച് പറയാം. തൊഴിൽ സാധ്യതകൾ എന്ന് പറയുന്നത് കോഴ്സിനല്ലല്ലോ തൊഴിൽ സാധ്യതകൾ, വ്യക്തിക്കാണ് തൊഴിൽ സാധ്യതകൾ വരുന്നത്. അതായത് നമ്മൾ മിടുക്കരാണെങ്കിൽ ഏത് കോഴ്സ് പഠിച്ചാലും നമുക്ക് തൊഴിലുണ്ട്. അപ്പോൾ ഒരു കുട്ടി തിരഞ്ഞെടുക്കേണ്ടത് അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കോഴ്സുകളായിരിക്കും. അല്ലാതെ മറ്റൊരാൾ വിജയിച്ച ഒരു മേഖലയിൽ പോയിട്ട് നമുക്ക് വിജയിക്കാൻ പറ്റണമെന്നില്ല. ശരിയല്ലേ? സച്ചിൻ തെണ്ടുൽക്കർ BA ഇംഗ്ലീഷ് പഠിച്ചിരുന്നെങ്കിൽ വിജയിക്കുമെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? ഇല്ല. അതായത് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള കോഴ്സുകൾ പഠിക്കുക, അത് അറിയാവുന്നത് ആ വിദ്യാർത്ഥിക്ക് മാത്രമാണ്. അതാണ് കറക്റ്റായിട്ട് പറഞ്ഞത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കോഴ്സ് എടുക്കുന്നതിന് എന്നെ കൊണ്ട് എന്ത് പറ്റും, എന്നെ കൊണ്ട് എന്ത് പറ്റില്ല. ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യം, നിങ്ങൾ ഏത് കോഴ്സ് എടുക്കണം എന്നല്ല തീരുമാനിക്കേണ്ടത്, ഏത് കോഴ്സ് എടുക്കരുത് എന്നാണ്. കാരണം നമ്മളോട് പലരും പറയുന്ന കാര്യം എന്താണ്, ആ കോഴ്സ് പഠിക്കും, ഈ കോഴ്സ് പഠിക്കും. പക്ഷെ അതിനകത്തുള്ള ഒരു പ്രശ്നം, നമുക്ക് മാത്രമേ നമ്മളെ തന്നെ അറിയൂ. ഈവൻ നിങ്ങളുടെ പേരൻസിന് നിങ്ങളെപ്പറ്റി അറിയാവുന്നത് ഒരു 20% ആയിരിക്കും. ചിലപ്പോൾ ഒരു അധ്യാപകന് 2-3 വർഷം പഠിപ്പിച്ച അധ്യാപകന് നിങ്ങളെപ്പറ്റി ഒരു 40% അറിവുണ്ടാവും. പക്ഷെ എങ്കിലും 60% പിന്നെ മിച്ചമാണ്. നിങ്ങൾക്ക് ഏതൊക്കെ സിറ്റുവേഷൻസ് ഫേസ് ചെയ്യാൻ പറ്റും, ഏത് കാര്യങ്ങൾ ചെയ്യാനാണ് നിങ്ങൾക്ക് ഇഷ്ടം, അതനുസരിച്ച് വേണം നമ്മൾ കോഴ്സുകൾ ചൂസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഏത് കോഴ്സ് പഠിച്ചാലും നമുക്ക് സാധ്യതകളുണ്ട്. പിന്നെ നമ്മൾ പറയുന്നത് പോലെ മറ്റുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായിട്ട് നമ്മൾ പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, എല്ലാവരും ഒരു ഡിഗ്രി കഴിയുമ്പോൾ നമ്മൾ IELTS കോച്ചിങ്ങിന് 6 മാസം കൊണ്ട് IELTS പഠിക്കുന്നു. എന്നിട്ട് 7-8 മാർക്ക് നമ്മൾ നേടുന്നു. അപ്പോൾ ആരെങ്കിലും
പറഞ്ഞാൽ ശരിയാവോ, ഇത് ഈ 6 മാസത്തെ കോഴ്സ് കൊണ്ടാണ് ഈ വിദ്യാർത്ഥി IELTS യോഗ്യനായത് എന്ന് പറഞ്ഞാൽ ശരിയാണോ? അല്ല. കാരണം അവൻ 1ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ പഠിച്ച ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്ന് തുടങ്ങി ഈവൻ മാത്തമാറ്റിക്സ് വന്ന മെൻ്റൽ എബിലിറ്റീസ് കൊണ്ട് നമ്മൾ ഗ്രാസ്പ് ചെയ്ത പല കാര്യങ്ങൾ കൊണ്ടും ഉണ്ടാക്കിയ സ്കില്ലിനെ ഇവരൊന്ന് തേച്ച് മിനുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടെയുള്ള ആളുകൾ എന്ത് തൊഴിൽ തേടിയാലും അതിനൊക്കെ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനും നമ്മുടെ കോളേജ് വിദ്യാഭ്യാസത്തിനും പങ്കുണ്ട് എന്നുള്ളത് വളരെ പ്രസക്തമായിട്ട്. അപ്പം നമ്മുടെ നാട്ടിലേക്ക് ഇപ്പം സാർ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ അൺഎയ്ഡഡ് കോളേജുകളുണ്ട്, ഓട്ടോണമസ് ഉണ്ട്, സെൽഫ് ഫിനാൻസിങ് ഉണ്ട്, എയ്ഡഡ് കോളേജ് ഉണ്ട്. അപ്പോൾ ഇവിടേക്കൊക്കെയുള്ള അപേക്ഷകളൊക്കെ എങ്ങനെയാണ് സാർ? ഡിഗ്രിയുടെ അപേക്ഷകളൊക്കെ എങ്ങനെയാണ്? നമ്മൾ ഡിഗ്രിയുടെ അപേക്ഷകൾ പ്രധാനമായിട്ടും നടത്തുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഏകജാലക സംവിധാനത്തിലൂടെയാണ് പ്രധാനമായിട്ടും അപേക്ഷകൾ നടത്തുന്നത്. അത് MG യൂണിവേഴ്സിറ്റിയുടെ ആണെങ്കിൽ MG യൂണിവേഴ്സിറ്റിയുടെ CAP കോമൺ അഡ്മിഷൻ പോർട്ടൽ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ അല്ലെങ്കിൽ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. അവിടെ രജിസ്റ്റർ ചെയ്യുകയും നമ്മൾ +2 അപേക്ഷിച്ച് അതേ മാർഗത്തിലൂടെ അപേക്ഷിക്കുകയും ചെയ്യും. അത് MG യൂണിവേഴ്സിറ്റിയുടെ ആണെങ്കിലും കേരള യൂണിവേഴ്സിറ്റി ആണെങ്കിലും എല്ലാ യൂണിവേഴ്സിറ്റി, കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും കോമൺ അഡ്മിഷൻ പോർട്ടൽ എന്ന സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ ഓട്ടോണമസ് കോളേജുകൾ മാത്രം അവരവരുടേതായ രീതിയിലാണ് അഡ്മിഷൻ നടത്തുക. അപ്പോൾ അവരുടെ വെബ്സൈറ്റിൽ ചെന്നിട്ട് വേണം സെപ്പറേറ്റ് അപേക്ഷിക്കാം. MG യൂണിവേഴ്സിറ്റിയുടെ ആണെങ്കിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഓപ്പൺ ചെയ്തു. കേരള യൂണിവേഴ്സിറ്റി ഓപ്പൺ ചെയ്തു. അതാത് യൂണിവേഴ്സിറ്റികളിൽ അപേക്ഷിക്കുക. അപ്പം നമ്മൾ പുതിയ വിദ്യാഭ്യാസ നയം അല്ലെങ്കിൽ പുതിയ ബിരുദ പാഠ്യപദ്ധതിയിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിന് അപേക്ഷിക്കേണ്ട പ്രോസസ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ഇതുവരെ ചർച്ച ചെയ്തത്. അപ്പോൾ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഡോക്ടർ കിരൺ മാത്യു ആണ്. അപ്പോൾ ഇടുക്കി ലൈവിൻ്റെ ഈ പ്രോഗ്രാമിൽ, പ്രത്യേകം വോക്ക് ദ റൈറ്റ് പാത്ത് പ്രോഗ്രാമിലേക്ക് വരാൻ കാണിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. അപ്പം ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ, തൊഴിൽ രംഗത്തെ നിങ്ങളുടെ സംശയങ്ങൾ, കരിയർ രംഗത്തെ, ഉന്നത പഠന രംഗത്തെ നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഞങ്ങൾക്ക് അയയ്ക്കുക. ഞങ്ങളുടെ വിലാസം എന്ന് പറയുന്നത് walktherightpath01@gmail.com എന്നുള്ളതാണ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഔട്ട് ബൈ ബിബിൻ.